എൻ്റെ അടുത്ത് വരാൻ പറ്റാത്ത നീ വേറെ എവിടെയും പോണ്ട. കണ്ണൻ്റെ ഒരു കുസൃതി കളി കേട്ടാലോ? ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന ടൈം. കൊല്ലത്തായിരുന്നു ഞങ്ങൾ അന്ന് താമസം. എൻ്റെ വീടിൻ്റെ അടുത്തൊരു ചേച്ചി ഉണ്ടായിരുന്നു കേട്ടോ. ചേച്ചിയുടെ പേര് മീര എന്നാണ്. ചേച്ചിയുടെ മാരേജ് ലേറ്റായാണ് നടന്നത്. അന്ന് എനിക്ക് വലിയ ഭക്തിയൊന്നുമില്ലായിരുന്നു. കുട്ടിയല്ലേ, പഠിക്കുകയാണല്ലോ. ആ ചേച്ചി എല്ലാ വ്യാഴാഴ്ചയും കൊല്ലത്തുള്ള ആശ്രമം ശ്രീകൃഷ്ണസ്വാമി ടെമ്പിളിൽ പോകും. ഒരു ഡേ ആ ചേച്ചിയുടെ കൂടെ പോകാൻ ആളില്ല. ആ ചേച്ചി എന്നെ കൂട്ടിന് വിളിച്ചു. എനിക്ക് കോളേജിൽ പോകണം. അന്നൊക്കെ ഷിഫ്റ്റ് ആയിരുന്നു, അതുകൊണ്ട് ഞാൻ പോയില്ല. ആ ചേച്ചിയോട് ഞാൻ പറഞ്ഞു എനിക്ക് കോളേജിൽ പോകണം, അതുകൊണ്ട് വരാനൊന്നും പറ്റില്ല എന്ന്. സത്യം പറഞ്ഞാൽ ആ ചേച്ചി വിഷമിച്ചു എന്ന് തോന്നുന്നു കേട്ടോ. ചേച്ചി ഒറ്റയ്ക്ക് പോയി. ഞാൻ പതിവ് പോലെ കോളേജിലും ബസ്സിലാണ് പോണത്. എന്നും ബസ്സിൽ കയറി പോകുന്ന ഞാൻ അന്നും പതിവ് പോലെ ബസ്സിൽ കയറി. പതിവ് പോലെ ടിക്കറ്റും എടുത്തു. ബട്ട് ബസ് കോളേജിലെത്തുന്നില്ല. കറങ്ങി കറങ്ങി ബസ് എവിടെയൊക്കെയോ പോവാണ്. ഞാൻ ആകെ പേടിച്ചു. ലാസ്റ്റ് കോളേജിൽ ക്ലാസ് തുടങ്ങുന്ന ടൈമായി, എന്നിട്ടും ബസ് കോളേജിലെത്തിയില്ല. ഞാൻ അറിയാത്ത വഴിയിൽ കൂടിയാണ് പോകുന്നത് ബസ്. ലാസ്റ്റ് ഞാൻ ബസ്സിൽ കണ്ടക്ടറിനോട് ചോദിച്ചു, ഈ ബസ് തന്നെ TKM കോളേജിൽ പോകില്ല എന്ന്. അപ്പോഴാണ് അത് കറങ്ങി വേറെ എവിടെയോ പോണ ബസ്സാണ് എന്നറിയുന്നത്. അപ്പോഴേക്കും ബസ് ലാസ്റ്റ് സ്റ്റോപ്പിലെത്തി. ഇപ്പോൾ കോളേജിലെത്തുമെന്ന് കരുതിയിരുന്ന ഞാൻ ഏതോ അറിയാത്ത വേറെ ഏതോ ഒരു സ്ഥലത്തെത്തി. അപ്പോഴേക്കും കോളേജിൽ ഒരു പീരീഡ് കഴിഞ്ഞിരുന്നു. ഇനി പോയിട്ട് ഒരു കാര്യമില്ല. തന്നെയുമല്ല, എനിക്ക് കോളേജിൽ എത്തണമെങ്കിൽ 2 ബസ് കയറണം. ഒരു പരിചയവും ഇല്ലാത്ത സ്ഥലത്ത് ഭഗവാൻ എന്നെ കൊണ്ടിറക്കി. അതിലും വലിയ രസം, എൻ്റെ വീട്ടിൽ പോകണമെങ്കിൽ 2 ബസ് ഇനിയും കയറണം. വെറും 20 മിനിറ്റ് കൊണ്ട് കോളേജിലെത്തേണ്ട എന്നെ ഭഗവാൻ കൊണ്ടിട്ടത് അറിയാത്തൊരു സ്ഥലത്ത്. കയ്യിലാണെങ്കിൽ 2 ബസ്സിൽ പോകാനുള്ള കാശും ഇല്ല. അവസാനം ഞാൻ അവിടെ അടുത്തുള്ള ഒരു വാച്ച് കടയിൽ കയറി ആ അങ്കിളിനോട് വഴിതെറ്റി ബസ് കയറിയ വിവരം പറഞ്ഞു. ഇനി 2 ബസ്സിൽ കൊടുക്കാനുള്ള പൈസയും ഇല്ല എന്ന് പറഞ്ഞു. ആ അങ്കിൾ അന്ന് എനിക്ക് 25 പൈസ തന്നു. അതുകൊണ്ട് ഞാൻ ബസ്സിൽ കയറി വീട്ടിലെത്തി. അന്ന് എനിക്ക് കോളേജിൽ പോകാൻ പറ്റിയില്ല. ചേച്ചി ഇതറിഞ്ഞു കേട്ടോ. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ ടെമ്പിളിൽ പോകാൻ വിളിച്ചപ്പോൾ വന്നില്ല, വയ്യ എന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ടാണ് ഇന്ന് കോളേജിൽ പോകാൻ പറ്റാഞ്ഞതെന്ന്. അതെ, അത് സത്യം തന്നെയാണ് കേട്ടോ. ഡെയിലി കോളേജിൽ പോകുന്ന എന്നെ ഭഗവാൻ ഒന്ന് പരീക്ഷിച്ചു. പിന്നീട് ഞാൻ ടെമ്പിളിൽ പോയി ഭഗവാനോട് മാപ്പ് പറഞ്ഞു. അതെ, അന്ന് എൻ്റെ കണ്ണൻ കോളേജിൽ വിട്ടില്ല. എൻ്റെ അടുക്കൽ വരാത്ത നീ അങ്ങനെ പോകണ്ട എന്ന് പറഞ്ഞു. എന്താ രസമല്ലേ? ഒരു മനസ്സിലൊരു കുസൃതിയായിട്ട് തോന്നുന്നൊരു അനുഭവം തന്നെയാണ്. ആ ചെറുങ്ങനെയൊന്നും ഉണ്ണിക്കണ്ണൻ അങ്ങനെയാണല്ലേ, ലേശം കുസൃതിയൊക്കെ ഉണ്ടാവും. എന്ത് തന്നെയാലും എല്ലാവരും ഒന്ന് കളിപ്പിക്കുക ആദ്യം അല്ലേ, എന്നിട്ടാണ് തന്നിലേക്ക് അടുപ്പിക്കുക. എല്ലാവർക്കും ഇഷ്ടമായില്ലേ അനുഭവം? എല്ലാവരിലേക്ക് എത്തിക്കുക. വാട്സപ്പ് ഗ്രൂപ്പിൽ വരാം, ജോയിൻ ബട്ടണിലൂടെ വരാം. എല്ലാ മാസവും 7 പേർക്ക് കൃഷ്ണവിഗ്രഹം കൊടുക്കുന്നുണ്ട്. അപ്പം ഫേസ്ബുക്കിൽ കമൻറ്റ് ബോക്സിൽ ഡീറ്റെയിൽസ് ഉണ്ടാവും. ഹരേ കൃഷ്ണ.